യഹോവയുടെ നാമത്തെ അവർ കുനിഞ്ഞു വീണുപോയി. എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവയെ രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ദൈവമേ സ്തുതി നിനക്ക്. ദൈവനാമത്തെ താങ്ക് യു ചേച്ചി. നമുക്ക് വളരെ പരിചയമുള്ള സങ്കീർത്തനം, പരിചയമുള്ള വാക്യങ്ങളാണ്. ചില രഥകളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങൾ ദൈവമായ യഹോവയുടെ നാമത്തിൽ ആശ്രയിക്കുന്നു. ദൈവ ആശ്രയത്തിൻ്റെ, ശരണത്തിൻ്റെ എല്ലാം സമർപ്പിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ആണ് ഈ സങ്കീർത്തനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ച നന്ദി പറയുന്നു. സുഷയുടെ അടുത്ത ഭാഗമായ ഗാന ആലാപനോട് കടക്കുമ്പോഴെന്ന് ഗാനം ആലപിക്കുന്നത് ശ്രീമതി വത്സ പൗലോസാണ്. ചേച്ചിയെ ആലാപനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. കാന്തനാം യേശു വെളിപ്പെടാറായി, കാന്തയം സഭയെ ചേർത്തിടറായി. കാന്തനാം യേശു വെളിപ്പെടാറായി, കാന്തയം സഭയെ ചേർത്തിടറായി. ദീപങ്ങൾ തെളിക്കാം, ഉണർന്നിടാം, കാന്തനാം യേശു എതിരേൽപ്പാൻ. ദീപങ്ങൾ തെളിക്കാം, ഉണർന്നിടാം, കാന്തനാം യേശുവെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ പാടാം, ആരാധിച്ചാർത്തിടാം, എല്ലാം തീരാൻ കാലമായി. ഹല്ലേലൂയ പാടാം, ആരാധിച്ചാർത്തിടാം, എല്ലാം തീരാൻ കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, പൊന്മുഖം കണ്ടാരാധിച്ചിടാം. കഷ്ടമില്ല വീടേ, ദുഃഖമങ്ങില്ല, രോഗമില്ല വീടേ, മരണമങ്ങില്ല. ഹല്ലേലൂയ പാടാം, ആരാധിച്ചാർത്തിടാം, എല്ലാം തീരാൻ കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, പൊന്മുഖം കണ്ടാരാധിച്ചിടാം. നിന്നയില്ല വീടേ, പരിഹാസമങ്ങില്ല, വീടയില്ല വീടേ, ഭീതിയുമില്ല. നിന്നയില്ല വീടേ, പരിഹാസമങ്ങില്ല, വീടയില്ല വീടേ, ഭീതിയുമില്ല. ഹല്ലേലൂയ പാടാം, ആരാധിച്ചാർത്തിടാം, എല്ലാം തീരാൻ കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, പൊന്മുഖം കണ്ടാരാധിച്ചിടാം. താതനുണ്ട വീടേ, അനാഥനല്ല ഞാൻ, പ്രിയനുണ്ട വീടേ, ഞാൻ ഏകനുമല്ല. താതനുണ്ട വീടേ, അനാഥനല്ല ഞാൻ, പ്രിയനുണ്ട വീടേ, ഞാൻ ഏകനുമല്ല. ഹല്ലേലൂയ പാടാം, ആരാധിച്ചാർത്തിടാം, എല്ലാം തീരാൻ കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, പൊന്മുഖം കണ്ടാരാധിച്ചിടാം. മണ്ണിൽ നാം അന്യർ പരദേശിയാണല്ലോ, പിന്നിൽ നാം ധന്യർ സ്വർഗ വീട്ടിലാണല്ലോ. മണ്ണിൽ നാം അന്യർ പരദേശിയാണല്ലോ, പിന്നിൽ നാം ധന്യർ സ്വർഗ വീട്ടിലാണല്ലോ. ഹല്ലേലൂയ പാടാം, ആരാധിച്ചാർത്തിടാം, എല്ലാം തീരാൻ കാലമായി. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ശോഭയേറും നാട്ടിൽ വാനദൂതരൊത്ത്, പൊന്മുഖം കണ്ടാരാധിച്ചിടാം. ഹല്ലേലൂയ പാടാം, ആരാധിച്ചാർത്തിടാം. സ്തോത്രം. താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരുപക്ഷെ സന്ധ്യായോഗത്തിന് വളരെ ചേർന്ന ഒരു ഗാനമാണ് ഹല്ലേലൂയ പാടാം, ആരാധിച്ചിടാം. അതുപോലെ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദൈവമുണ്ട് അവിടെ, ഞാൻ
താതനുണ്ട്, ഞാൻ അനാഥനല്ല, പ്രിയനുണ്ട്, ഞാൻ ഏകനല്ല. ഒരുപക്ഷെ ജീവിതയാത്രയിൽ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ വളരെയധികം ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവാകണം. താതനുണ്ട്, ഞാൻ അനാഥനല്ല, പ്രിയനുണ്ട്, ഞാൻ ഏകനല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. വത്സേച്ചിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാന സുവിശേഷ പ്രഘോഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് വേണ്ടി വചനമായിട്ട് നമ്മുടെ വേണ്ടി എഴുന്നേൽക്കുന്ന കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസൻ റവറൻ ഷിബു മാത്യു. റവറൻ ഷിബു ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ആളാണ്. ഈ കൂട്ടായ്മയിൽ ആദ്യോടന്തം തുടക്കം മുതലേ വളരെ ആക്റ്റീവായിരുന്ന ആൾ. വിവിധ മേഖലകളിൽ ഞാൻ പലപ്പോഴും പറയാനുള്ളതുപോലെ നമ്മളൊക്കെ ഒരുപക്ഷെ യോഗങ്ങളിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും പലതും ചെയ്യുമെങ്കിലും യഥാർത്ഥ വയലിൽ ഇറങ്ങി വേല ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട ദാസനാണ് റവറൻ ഷിബുവും കുടുംബവും. അതിൻ്റെ വേലയുടെ യാഥാർത്ഥ്യങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ പച്ചയായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വർഷങ്ങളോളം നീണ്ടുനിന്ന അനുഭവത്തിന് ശേഷം നാട്ടിലായിരിക്കുമ്പോഴും അതുപോലെ വന്ന് താമസിക്കുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സിനിടയിൽ നടക്കുന്ന വേലയിൽ പകർന്ന് അയക്കുന്ന റവറൻ ഷിബു മാത്യു വളരെ തിരക്കുകൾക്കിടയിൽ ഈ സമയത്ത് നമുക്ക് കേൾക്കാൻ തന്ന വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. റവറൻ ഷിബു മാത്യുവിനെ സുവിശേഷ പ്രഘോഷണത്തെ വേണ്ടി ക്ഷണിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരും പ്രാർത്ഥനയോടിരിക്കാം. നമ്മുടെ ഹൃദയത്തുറവയ്ക്കും ഒരുക്കത്തിനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ പ്രിയദാസനിലൂടെ പരിശുദ്ധാത്മാവ് ഏറ്റവും ഭംഗിയായിട്ട് സംസാരിച്ച് നമ്മൾക്ക് വേണ്ട ദൂതിൽ പറഞ്ഞതിന് വേണ്ടിയിട്ട് റവറൻ ഷിബു മാത്യു. താങ്ക് യു റേജേട്ടാ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി സിയോൻ പ്രയർ ഫെലോഷിപ്പിന്റെ മീറ്റിംഗിൽ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ദൈവമക്കളോട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകി തന്ന ഈ വിലയേറിയ അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് ജോയ് ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് അടുത്ത ആഴ്ച ചിലപ്പോൾ വരാനായിട്ട് പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ച്. കാരണം നമ്മളൊരു ബൈബിൾ സ്റ്റഡി നടത്തുന്നുണ്ട് ഹിന്ദിയിൽ. അപ്പൊ അതും വെള്ളിയാഴ്ചയാണ് അവര് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് ഉണ്ടെങ്കിൽ തന്നെ 8:30 ശേഷം കയറാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ന് പ്രിയ മക്കളോട് ഒരുമിച്ചായിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചല്ലോ. ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഒരു മിഷണറി കുടുംബം പെരുമ്പാവൂർക്ക് വരുന്നുണ്ട്. അവർ ഛത്തീസ്ഗഡിൽ നിന്നാണ് വരുന്നത്. അവർക്ക് ഇതുവരെ നമുക്കൊരു വീട് കിട്ടിയില്ല താമസിക്കുന്നതിന് വേണ്ടി. അതിനുവേണ്ടി ഞാൻ പോയിരിക്കുകയായിരുന്നു. ഇപ്പോ ഒരു 10-15 മിനിറ്റ് മുമ്പ് വീട്ടിലെത്തിയുള്ളൂ. എങ്കിലും പ്രിയ ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, സ്തോത്രം ചെയ്യുവാൻ കർത്താവ് നൽകി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. വിശേഷിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണല്ലോ ഈ കൂട്ടായ്മ. അതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. പ്രാർത്ഥിക്കുക മാത്രമല്ല, വിവിധ സാഹചര്യങ്ങളിൽ പ്രിയ ദൈവമക്കള് ഈ വേലയ്ക്ക് വേണ്ടി പിന്നിൽ നിൽക്കുകയും കൈത്താങ്ങൽ തരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. വരുന്ന ആളുകളിൽ അത്ഭുതകരമായി മുന്നോട്ട് ഈ വേല ചെയ്യുവാനായിട്ടുള്ള കൃപയെ കർത്താവ് നൽകി തരട്ടെ. അനേകര് കടന്നുപോയിരിക്കുകയായിരുന്നു അവരുടെ നാട്ടിലെല്ലാം ഇലക്ഷനോടുള്ള ബന്ധത്തിലും. അതുപോലെ ഇവിടെ ഗ്യാസിന്റെ പ്രോബ്ലം എല്ലാം വന്നതോടുകൂടി, എങ്കിലും ഫുള്ളായിട്ട് വന്നിട്ടില്ല, ഒരു ഹാഫ് ആളുകള് കടന്നു വന്നിട്ടുണ്ട്. വീണ്ടും അനേകര് കടന്നു വരുമെന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. എങ്കിലും ആ പ്രവർത്തനങ്ങളെല്ലാം ദൈവം ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. പുതിയ സ്ഥലങ്ങളിലൂടെ ഈ വേല വ്യാപിപ്പിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഹൈദരാബാദില് ഒരു അടുത്ത മാസം ഒരു മിനിസ്ട്രി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേക്ക് വേണ്ടി കടന്നു പോവുകയാണ്. വിശേഷിച്ച് പ്രിയ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശേഷിച്ച് നമുക്കൊരു 5 മിഷണറിമാർ കൂടി ഇനി വേണം ഈ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ സ്ഥലങ്ങളിൽ തുടങ്ങുവാനുമായിട്ട്. അത് ഓർത്ത് പ്രിയ ദൈവമക്കൾ പ്രാർത്ഥിക്കണമേ, കൂടെ നിൽക്കണമേ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമുക്കൊരു വാക്യം വായിച്ച് നമുക്ക് തുടങ്ങാം. വെളിപ്പാട് പുസ്തകം അതിന്റെ 22-ാം അധ്യായം, അവസാനത്തെ അധ്യായം, 14-15 വാക്യങ്ങള് നമുക്ക് വായിക്കാം. 14-15 വാക്യങ്ങള് ആരെങ്കിലും ഒരാൾ വായിച്ചു തന്നാല് അത് നല്ലതായിരിക്കും. 22-ാം അധ്യായം 14-15.
ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. സ്തോത്രം. മതി, ഞാൻ ഒരു വാക്യം കൂടി വായിക്കട്ടെ. സങ്കീർത്തനം 32:1 വായിക്കുകയാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ച വിലയേറിയ കൃപയ്ക്കായി കർത്താവെ ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ, സഹായിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. എന്റെ കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ നിന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിപ്പാൻ ഇടയാക്കിയത് ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, യഥാർത്ഥമായ ഭാഗ്യ അവസ്ഥയിലേക്ക് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. എല്ലാ നന്മകൾക്കായി സ്തോത്രം. വചനത്തിന്റെ ആഴങ്ങളെ ഗ്രഹിപ്പാനുള്ള കൃപയെയും അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിപ്പാനുമുള്ള എല്ലാ നന്മകളെയും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനായിട്ട് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്നുള്ളത് ജീവിതത്തിൽ ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ലോകം കണ്ടെത്തുന്ന ഭാഗ്യവാന്മാരുണ്ട്. ലോകം ഇന്ന് നല്ല ഒരു പൊസിഷനുള്ളവരെ, അല്ലെങ്കിൽ നല്ല ഒരു ഭവനമുള്ളവരെ, നല്ലൊരു കാറുള്ളവരെ, ലോകത്തിൽ ഉന്നതമായ കാര്യങ്ങളിൽ ഇരിക്കുന്നവരെ, നല്ല ആരോഗ്യമുള്ളവരെ, കാണാനായിട്ട് നല്ല സുന്ദരന്മാരെ ഒക്കെ ചിലപ്പോൾ ഭാഗ്യവാന്മാരെന്ന് പലരും പറയും. മറ്റൊരവസ്ഥയില് വളരെ ആയുസ് ഈ ഭൂമിയിൽ ജീവിക്കുന്നവര്, ഒരു 100 കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭാഗ്യവാന്മാരെന്ന് പറയും. ചിലരെയൊക്കെ ഒരു 80-90 കഴിഞ്ഞ് നടന്ന് പോകുന്ന സമയത്ത് ആരോഗ്യത്തോടിരിക്കുമ്പോൾ തന്നെ കൂടുതൽ നാളൊന്നും കിടക്കുകയൊന്നും ചെയ്യാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ നിന്നൊക്കെ ഒന്ന് പോയി എന്ന് പറയുന്നവരെയൊക്കെ ഭാഗ്യവാന്മാരെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. വളരെ ഭാഗ്യം ചെന്നയാളാട്ടോ, നടന്ന സമയത്ത് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇവിടെ നിന്ന് പോയി എന്നൊക്കെ നമ്മൾ പലരെയും ഈ ലോകത്തിൽ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ എണ്ണുന്നത് നമുക്ക് ലോകപരമായി അറിയുവാനായിട്ട് സാധിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനം യഥാർത്ഥമായിട്ട് എന്താണ് പറയുന്നത്, എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് വചനത്തിലൂടെ പല അല്പസമയം നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഞാൻ കടന്നു വന്നത് അതിന്റെ അവസാന ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഭാഗ്യവാന്മാരുടെ ഒരു വലിയ പട്ടികയെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവവചനത്തിൽ നമുക്ക് ഇതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ആ അധ്യായത്തിൽ പറയുകയാണ്, 14-ാം വാക്യം നമ്മൾ വായിച്ചു, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ചിലരെ ഭാഗ്യവാന്മാരെന്ന് പറയുകയാണ്. അവർ വസ്ത്രം അലക്കുന്നവരാണ്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്താൽ നമ്മുടെ വസ്ത്രമൊക്കെ അലക്കി കിട്ടുവാണ്. ഇന്ന് ആ വസ്ത്രത്തെ കുറിച്ചാണോ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വസ്ത്രത്തെ കുറിച്ചല്ല. പക്ഷേ ഇന്ന് ദൈവം നമുക്ക് ഓരോരുത്തർക്കും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് അവൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ അവന് കൊടുക്കുന്ന ഒരു വസ്ത്രമുണ്ട്. അത് അവന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് അവന് കൊടുക്കുന്ന വിശുദ്ധിയുടെ വസ്ത്രം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയും തേജസ്സിന്റെ വസ്ത്രം. ഈ വസ്ത്രം നമ്മെ നമ്മുടെ കർത്താവ് ധരിപ്പിച്ചിരിക്കുകയാണ്.
നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ തേജസ്സിന്റെയും വിശുദ്ധിയുടെയും വസ്ത്രം ധരിച്ചു മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിന് ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ കറ പറ്റാതെ, ഇതിൽ അഴുക്ക് വരാതെ, അത് സൂക്ഷിച്ച് അത് അലക്കി വെടിപ്പാക്കി മുന്നോട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ വചനത്തിൽ പറയുന്നത്. പക്ഷെ അത് എന്തിനെ കുറിച്ചാ പറയുന്നേ? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന്. നന്ദിയോടെ സ്തോത്രം. ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക്, ആദ്യ ഭാഗങ്ങളിലേക്ക് കടന്നു പോകും. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏദൻ തോട്ടം, ആദം ഹവ്വയെ അവിടെ സൃഷ്ടിച്ച് അവരെ അവിടെ ആക്കുന്നു. ആ തോട്ടത്തിന്റെ നടുവിൽ 2 വൃക്ഷങ്ങൾ, ഒന്ന് ജീവന്റെ വൃക്ഷം, 2 നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം. അല്ലെ, ഈ 2 വൃക്ഷങ്ങളെയും അവിടെ സൃഷ്ടിച്ചു. അതിനുശേഷം ദൈവം അവരോട് പറഞ്ഞു, ഈ 2 വൃക്ഷത്തിൽ നിന്നും തിന്നരുതെന്ന് പറഞ്ഞോ? ഏത് വൃക്ഷത്തിൽ നിന്ന് തിന്നരുതെന്നാ പറഞ്ഞേ? നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജീവന്റെ വൃക്ഷമല്ല, ജീവന്റെ വൃക്ഷം അവര് തിന്നുന്നതിന് ദൈവം ഒരിക്കലും അവരെ തടസ്സപ്പെടുത്തിയില്ല. അവരോട് പറഞ്ഞത് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് അവരോട് പറയുവാനായിട്ടിടയായി. പക്ഷെ ജീവന്റെ വൃക്ഷം അവർ തിന്നോ ഇല്ലയോ, തിന്നുകൊണ്ടിരിക്കേണ്ടതാണോ, അവര് നിത്യതയോളം ജീവിക്കുവാനായിട്ട് അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, അവസാനം കർത്താവ് ആദമിനെയും ഹവ്വായെയും പുറത്താക്കുന്ന സമയത്ത് പറയുന്ന ഒന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവർ ജീവന്റെ വൃക്ഷഫലം കൈ നീട്ടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ ഇടയാകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഇവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളയണം. കളഞ്ഞിട്ട് തീജ്വാല പോലെ കറങ്ങുന്ന, അല്ലെ, വാളുള്ള അതെല്ലാം ആയിട്ട് ദൂതന്മാരെ കാവൽ നിർത്തണം. ആരും എവിടേക്ക് പ്രവേശിക്കരുത്. അന്ന് ആ ഏദൻ തോട്ടവും ഈ ജീവവൃക്ഷവും ക്ലോസ് ചെയ്താണ്. അതിന് അവിടേക്ക് കടക്കുവാനോ അതിൽ അധികാരം ലഭിപ്പാനോ ആർക്കും അതിനുശേഷം കഴിഞ്ഞിട്ടില്ല. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുകയാണ്, അന്ന് മനുഷ്യനിൽ നിന്ന് മാറ്റി നിർത്തിയ, മനുഷ്യന് അധികാരമില്ലാതെ, അതിന്റെ അടുത്ത് ചെല്ലുവാൻ പോലും അധികാരമില്ലാതെ, അടുത്ത് ചെന്നാൽ എന്താ ചെയ്യുന്നേ? അടുത്ത് ചെന്നാൽ അതിൽ നിന്ന് പഴം പറിച്ച് ഭക്ഷിക്കാം. എന്താണ്? ജീവന്റെ വൃക്ഷഫലം. നന്ദിയോടെ സ്തോത്രം. പാപത്താൽ മരണം മനുഷ്യനിലേക്ക് കടന്നു വന്നെങ്കിൽ ഈ ജീവന്റെ വൃക്ഷഫലം പറിച്ചു തിന്നാൽ അവൻ നിത്യതയോളം ജീവിപ്പാനായിട്ട് ഇടയാകും. അപ്പോൾ ഇവിടെ പറയുകയാണ്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. ഒരു വഴിയിൽ കൂടി സഞ്ചരിച്ചു പോകണം. അതിനെക്കുറിച്ച് പറയുകയാണ്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഗോപുരങ്ങളിൽ കൂടി ഒരു നഗരത്തിൽ കടക്കണം. അങ്ങനെ ആ നഗരത്തിൽ കടന്ന്, നന്ദിയോടെ സ്തോത്രം, ഈ വൃക്ഷഫലം, ജീവന്റെ വൃക്ഷഫലം പറിച്ചു തിന്നണം. അവർ ഭാഗ്യവാന്മാരാണ്. അവരെയാണ് ഭാഗ്യ പദവിയിലേക്ക് കൊണ്ടുപോകുന്നത്. 2, അതിന് 15-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിർഭാഗ്യവാന്മാരെ കുറിച്ചാണ് പറയുന്നത്. നിർഭാഗ്യവാന്മാർ ആരെന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അവർക്ക് ഇതിന്റെ ഈ ഗോപുരത്തിന്റെ അകത്തേക്കോ അവർക്ക് ഈ ജീവവൃക്ഷത്തിന്റെ അടുക്കലേക്കോ ചെല്ലുവാനായിട്ട് അനുവാദമില്ല. അവരെവിടെയാണ്? അവർ പുറത്ത് തന്നെ. അവരെ പുറത്ത് തള്ളിക്കളയുമെന്നാണ് അനേക ഭാഗങ്ങൾ നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അവരെ പുറത്ത് തള്ളിക്കളയും, അവരെ ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അത് നിർഭാഗ്യവാന്മാരാണ്.
നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതൊന്ന്, ആരാണ് യഥാർത്ഥ ഭാഗ്യവാൻ? ഈ ലോകത്തിലെ ചില നന്മകൾ നേടിയെടുക്കുന്നവരാണോ ഭാഗ്യവാന്മാർ? ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു ഉദാഹരണമല്ല, ഒരു സംഭവം പ്രിയ ദൈവമക്കളോട് പങ്കുവെക്കട്ടെ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന കാര്യമാണല്ലോ. നമ്മുടെ വീട്ടൂര് തന്നെ കടുവാക്കുഴിയിൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ജോർജ് സാറാ, വീട്ടു സ്കൂളിൽ ജോർജ് സാറിന്റെ കൊച്ചുമോൻ, നമ്മുടെ പേപ്പറിൽ വാർത്തയിലൊക്കെ വന്നതാ. ഡേവ് ഫിജി എന്ന് പറയുന്ന 25 വയസ്സുള്ള വയസ്സുകാരൻ. അമേരിക്കയിലാണ് അവരൊക്കെ സെറ്റിലായിരിക്കുന്നത്. വിവാഹത്തിന്റെ അന്ന് തന്നെ, വിവാഹശേഷം വിവാഹത്തിന്റെ റിസപ്ഷന് വേണ്ടിയിട്ട് കടന്നു പോവുകയാണ്. ഈ വധുവും വരനും അവര് പൈലറ്റുമാരാണ്. അവരെ ഒരു ഹെലികോപ്റ്ററിൽ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ അത് ഇവരുടെ മറ്റൊരു സുഹൃത്താണ് അത് കൊണ്ടുപോകുന്നത്. ആ യാത്രയിൽ തൊട്ടടുത്ത് തന്നെ, അവർക്ക് ബസ്സിൽ പോകാനുള്ള ദൂരേ ഉള്ളൂ. പക്ഷെ കാലാവസ്ഥ പ്രതികൂലമായി പെട്ടെന്ന് തന്നെ ആക്സിഡന്റ്, അവിടെ അപകടമുണ്ടാകുകയും ഈ പ്രിയ ജോർജ് സാറിന്റെ കൊച്ചുമോൻ, അതുപോലെ അല്ലെങ്കിൽ അന്ന് വിവാഹം കഴിഞ്ഞ ആ വരന്റെ സുഹൃത്ത്, കൂട്ടുകാരൻ, പൈലറ്റ്, 3 പേരും പൈലറ്റാ. അവർ 2 പേരും ആ ആക്സിഡന്റിൽ മരിച്ചു. ആ പെൺകുട്ടി മാത്രം രക്ഷപ്പെടുവാനായിട്ടിടെ. ഞാൻ അവരുടെ ഫ്യൂണറല് ഓൺലൈനിൽ കണ്ടു കേട്ടോ. ഓൺലൈനിൽ ആ ഫ്യൂണറലിന്റെ കാര്യങ്ങളെല്ലാം കാണുവാനായിട്ടിടെ. അവര് ദൈവമക്കളാണ്. അവര് പറയുന്നത് അന്ന് വിവാഹം കഴിഞ്ഞ ആ കുട്ടി, ആ മകള് അന്ന് ഈ ഫ്യൂണറലിന് കടന്നു വന്ന് സംസാരിച്ചു. അവൾ പറയുകയായിരുന്നു, ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് ഈ ഡേവ് ഫിജിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്നോട് ആദ്യം ചോദിക്കുന്നത് നീ ബൈബിൾ വായിച്ചോ എന്നാണ്. അത്രയ്ക്ക് യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ. പക്ഷെ അവന്റെ വിവാഹ ദിവസം തന്നെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഡേവ് ഫിജിയുടെ അമ്മ, ഞാൻ പറയട്ടെ, അന്ന് ഈ ഫ്യൂണറലിന് സംസാരിക്കുന്നത് കേൾക്കുവാനായിട്ടിടയെ. ആ സഹോദരി ഇപ്രകാരമാണ് പറഞ്ഞത്, മരണത്തിന് എൻ്റെ മകനെ തോൽപ്പിപ്പാൻ കഴിയുകയില്ല. എൻ്റെ മകനെ മരണത്തിന് തോൽപ്പിപ്പാൻ കഴിയുകയില്ല. കാരണം അവൻ ജയിച്ചവന്റെ കൂടെയാണ്. എൻ്റെ കർത്താവ് ജയാളിയാണ്. ഒരിക്കലും അവൻ പരാജയപ്പെട്ടിട്ടില്ല. വളരെ ധൈര്യത്തോടു കൂടി പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാൻ ആ സംഭവം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചിന്ത കടന്നു വന്നു. ഇന്ന് ലോകത്തിൽ മനുഷ്യർ 100 വയസ്സോളം ആരോഗ്യത്തോടെ ജീവിച്ചാൽ അത് ഭാഗ്യം എന്ന് പറയുക. പക്ഷെ നാം എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, ഇതിനപ്പുറം നിത്യമായ ഒരു ജീവിതമുണ്ട്. അവിടെ നാം എത്തിച്ചേരുമോ എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ അവസ്ഥ. ഇന്ന് ലോകം നോക്കുമ്പോൾ കർത്താവ് എത്ര വർഷം വരെ ഈ ഭൂമിയിൽ ജീവിച്ചു? 33 തിരുവയസ്സ് വരെ മാത്രമേ കർത്താവ് ജീവിച്ചുള്ളൂ. ഒരു ഭാഗ്യ ജീവിതം ആണോ ആയുസ് നോക്കിയാൽ പറയാൻ പറ്റൂ? കർത്താവിന്റെ ശിഷ്യന്മാര്, സ്തേഫാനോസ് നമ്മളെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയായി കരുതുന്നുണ്ട്. ഒരു വേല തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ കല്ലേറ് കൊണ്ട് മരിച്ചു. കർത്താവിന്റെ ശിഷ്യന്മാർ പലരും ഈർച്ചവാൾ കൊണ്ട് അവർ വെട്ടേറ്റു. അവർ പലരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ചെറുപ്പത്തിലെ തന്നെ പലരും ഈ ലോകത്ത് നിന്ന് കടന്നുപോയി. ചില കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചവർ എണ്ണയിലിട്ട് കൊന്നുകളഞ്ഞു. ആദ്യ നാളുകളിലെ പീഡനങ്ങളിൽ എത്രയോ പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അവരൊക്കെ നിർഭാഗ്യവാന്മാരാണോ? പ്രിയ ദൈവമക്കളെ, ഒരിക്കലുമല്ല കേട്ടോ. ഈ ലോകത്തിൽ എത്ര ആയുസ് ജീവിച്ചു എന്നുള്ളതല്ല. ഇന്ന് ഈ നാളുകളിൽ ഞാൻ പറയട്ടെ, അനേക മിഷണറിമാരെ പിടിച്ച് ജയിലിലിടുകയാണ്. നമ്മൾ അവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം
ചിലർക്കൊക്കെ അതിന്റെ കുറച്ച് മെസ്സേജ് ഒക്കെ ഞാൻ വിട്ടിരുന്നു. എന്റെ വളരെ അറിയുന്ന സുഹൃത്ത, തിരുവനന്തപുരംകാരനാണ്. ഈ കഴിഞ്ഞ 3-4 ദിവസം മുമ്പാണ് അദ്ദേഹത്തെ UP-യിൽ ഉറങ്ങിക്കിടന്ന ഒരു വൈകിട്ട് 8:30 വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഇന്ന് ജയിലിൽ അടച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരു 5-6 ഒരു 10 പേരെയെങ്കിലും പിടിച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. 100ഓളം പേര് ഇന്നും ജയിലിൽ കിടക്കുകയാണെന്ന് പറയുകയാണ് ഉത്തർപ്രദേശിൽ. അതുപോലെ എത്രയോ സംസ്ഥാനങ്ങളിൽ, നമ്മുടെ ഭാരതത്തിൽ ഈ സുവിശേഷത്തിന് വേണ്ടി ഇന്ന് അനേകർ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളൊക്കെയാണ് വീട്ടിലുള്ളത്. പ്രയാസങ്ങളുണ്ട്. പക്ഷെ അവർ നിർഭാഗ്യവാന്മാരാണോ? അവരൊക്കെ വളരെ ഭാഗ്യം ചെന്നവരാ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും അല്പം കഷ്ടത അവർക്ക് അനുഭവിക്കുവാൻ സാധിച്ചെങ്കിൽ അവർ ഭാഗ്യം ചെന്നവരാ. ഈ ലോകത്തിലെ ആയുസ് അല്ലെങ്കിൽ ജീവിതം എന്നുള്ളത് അല്പകാലം. പക്ഷെ ഇതിനപ്പുറമായിട്ടുള്ളതാണ് പ്രിയ ദൈവമക്കളെ നിത്യമായിട്ടുള്ളത്. ആ നിത്യതയെ വിട്ട് അല്പകാല ഈ ലോകത്തിലെ ജീവിതത്തെ നമ്മൾ ഭാഗ്യമായി ചിത്രീകരിച്ചാൽ ഒരിക്കലും യഥാർത്ഥ ഭാഗ്യത്തെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധ്യമാകുകയില്ല. യഥാർത്ഥ ഭാഗ്യം എന്നുള്ളത് കർത്താവിനോട് ചേർന്ന് നിത്യതയോളം വസിക്കുന്ന ആ ഒരു വലിയ ഭാഗ്യാവസ്ഥയാണ്. അവിടേക്കാണ് നമുക്ക് ഓരോരുത്തർക്കും എത്തേണ്ടതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അനേക കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ഞാൻ വായിച്ചത്. സങ്കീർത്തനം 32-ന്റെ 1 വായിക്കാനായിട്ടിടയായല്ലോ. അവിടെ പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഓർത്തു നോക്കി, ലംഘനം ക്ഷമിച്ചു കിട്ടിയവൻ, പാപം മറച്ചു കിട്ടിയവൻ, അവനെ കുറിച്ച് പറയുകയാണ്, അവനാണ് ഭാഗ്യവാൻ. ജീവിതത്തിൽ ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം. യഥാർത്ഥമായി ഞാൻ പാപം മറച്ചു കിട്ടിയവനാണോ? ഞാൻ ലംഘനം ക്ഷമിച്ചു കിട്ടിയവനാണോ? നമ്മുടെ ലംഘനം ക്ഷമിക്കുന്നതും പാപം മറയ്ക്കുന്നതും എപ്പോഴാണെന്നറിയാമോ? ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, അവനെ വായ്കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ, ആ രക്ഷ നമ്മളിലേക്ക് കടന്നു വരികയും യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുക്കിയ പുണ്യാഹ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ട മക്കളായി തീർന്നു. നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി യേശു ക്രിസ്തു മരിച്ചത് നമ്മൾ ഏറ്റെടുത്തപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? നമ്മുടെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടി. അവരെ കുറിച്ച് പറയുകയാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. എന്നാൽ പഴയ നിയമത്തിൽ അവർ പാപം മറച്ചതിനെ കുറിച്ച് പറയുന്നെങ്കിൽ, പ്രിയ ദൈവമക്കളെ, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പാപത്തെ തന്റെ രക്തത്താൽ കഴുകി കളയുന്നതിനെ കുറിച്ചാണ്, മായ്ച്ചു കളയുന്നതിനെ കുറിച്ചാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തില് കാണുവാനായിട്ട് സാധിക്കുന്നത്. സമയം ദീർഘിച്ചു പോകുന്നത് കൊണ്ട് ഞാൻ മുന്നോട്ട് പ്രിയ ദൈവമക്കളെ കടന്നു പോകട്ടെ. വീണ്ടും നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചാൽ, ഒരു വാക്യം എന്നെ ഒന്ന് വായിച്ച് സഹായിക്കാമോ? റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങളിലും ഈ കാര്യങ്ങൾ തന്നെ വളരെ വ്യക്തമായിട്ട് അവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമർ 4-ന്റെ 7-8. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. അവിടെ പറയുകയാണ്, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. നന്ദിയോടെ സ്തോത്രം. അത് എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അവന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, അതാണ് യഥാർത്ഥ ഭാഗ്യാവസ്ഥ. പാപത്തിൽ ഈ ജീവിതം ജീവിച്ച് മുന്നോട്ട് അതിനെ തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിതമുണ്ട്, ഒരു വിശുദ്ധിയോടെയുള്ള ജീവിതം. അതാണ് വസ്ത്രം വെടിപ്പാക്കിയുള്ള ജീവിതം. ആ ജീവിതമാണ് നമ്മുടെ നീതീകരണം നമ്മളിൽ നടന്നതിന് ശേഷം മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം എന്നുള്ളത്. അത് വിശുദ്ധീകരണത്തിന്റെ അല്ലെങ്കിൽ വസ്ത്രം വെടിപ്പാക്കി കഴുകിക്കൊണ്ടുള്ള ജീവിതമാണ്. അത് ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതമാണ്
എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സദൃശ്യവാക്യം 28:13 പറയുകയാണ്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അനേകര് നമ്മൾ ഈ 32-ാം സംഗീതത്തിന് പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ, എന്നാൽ പാപത്തെ മറയ്ക്കുന്ന പലരും ഉണ്ട്. അതാണ് പറയുന്നത്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് എന്ത് വരില്ല? ശുഭം വരികയില്ല. ഇന്ന് പല രീതിയിലും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭാഗ്യ അവസ്ഥ എന്നുള്ളത് പാപം മറച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റു പറയുന്നവർക്കല്ല. അതാണ് ഇവിടെ പറയുന്നത്, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അതിനുള്ള ശക്തി നമ്മുടെ കർത്താവ് നമുക്ക് നൽകി തരുവാനായിട്ടിടയാണ്. ജീവിതത്തിൽ അനേകം ഈ പാപം മറയ്ക്കുക എന്നുള്ള സ്വഭാവം അത് ഉൽപ്പത്തി മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്, അല്ലെ? ഉൽപ്പത്തി മുതൽ ഈ മറയ്ക്കുക എന്നുള്ളത്, ഒളിച്ചു വെക്കുക എന്നുള്ളത്, ആരും അറിയണ്ട എന്നുള്ളത്. പക്ഷെ അറിയുന്നവൻ അറിയും. അറിയുന്നവനെ, സകലതും അറിയുന്നവനെ, സർവവ്യാപിയെ, സർവജ്ഞാനിയെ, സർവശക്തനെ ഒളിപ്പിച്ച് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് വചനം പറയാ, നിങ്ങൾ എത്ര കടല് കടന്ന അപ്പുറം ചെന്നാലും, അല്ലെ, എത്ര സമുദ്രം കടന്ന് അപ്പുറം ചെന്നാലും കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഉണ്ട്. അവൻ നമ്മെ കാണുന്നുണ്ട്. അവന്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. ഉൽപ്പത്തിയിൽ ഈ മറക്കല് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ തുടങ്ങിയതാ, അല്ലെ? പാപം ചെയ്തപ്പോൾ ആ പാപത്തെ മറയ്ക്കുവാനായിട്ട് അവർ വെയിലാറിയപ്പോൾ, അവിടെ പറയുന്നത് ഉൽപ്പത്തി 3:8 പറയുക, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. കാണാതിരിപ്പാൻ അവർ ഒളിച്ചെങ്കിലും ആദമേ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അവനെ മറച്ച്, അവനെ ഒളിച്ച് ഒന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. അവനെ ഒളിപ്പിച്ചൊന്നും ചെയ്യുവാനായിട്ട് സാധ്യമല്ല. പ്രിയ ദൈവമക്കളെ, പാപത്തെ മറയ്ക്കുക, ലംഘനത്തെ മറയ്ക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. പക്ഷേ കർത്താവിന്റെ സന്നിധിയിൽ അത് മറയ്ക്കല്ലേ. അവന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞു ഓരോ ദിവസവും. അതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ചെറിയ ചെറിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും അതിനെ അപ്പോൾ തന്നെ, അതിനു വേണ്ടി ഒരു കൂട്ടായ്മ തുടങ്ങാനോ, അല്ലെങ്കിൽ ഞാനത് പ്രാർത്ഥിക്കാനായിട്ട് വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റുപറയാം എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ നിമിഷം തന്നെ കർത്താവെ എനിക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥ ഹൃദയത്തോടെ അവന്റെ സന്നിധിയിലേക്ക് ചെന്നാൽ അവൻ നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിച്ചും നമ്മുടെ പാപത്തെ മറച്ചും തരുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലാതെ സ്വയ നീതീകരണം മൂലം, സ്വയ പ്രവർത്തനങ്ങൾ മൂലം ഒരു അത്തിയല ഉടുത്ത് അല്ലെങ്കിൽ തുന്നി പാപത്തെ മറയ്ക്കുവാൻ ശ്രമിച്ചാൽ അതൊരിക്കലും മറയപ്പെടത്തില്ല. അത് വെയിൽ വരുമ്പോൾ ഉണങ്ങിപ്പോകും. പ്രിയ ദൈവമക്കളെ, എന്നാൽ അവന്റെ സന്നിധിയിൽ മാത്രമേ അതിനുള്ള പരിഹാരമുള്ളൂ എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ യോനയെ കർത്താവ് നിനവയിലേക്ക് അയച്ചു, എന്നാൽ അവൻ തർശീസിലേക്കുള്ള കപ്പലിൽ കയറിപ്പോയി. ആരും കാണാതിരിക്കാനായിട്ട് അവൻ ആ കപ്പലിന്റെ അടിയിൽ കിടന്നു. എന്നാൽ അവനെ കാണുന്ന കണ്ണുകൾ അവന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. അവനെ അവിടെ നിന്ന് വീണ്ടും കർത്താവ് തിരിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന യോനയെയും കണ്ടെത്തുന്ന ഒരു കർത്താവുണ്ട്. ദാവീദിന്റെ ജീവിതത്തില് അവൻ പാപം ചെയ്തപ്പോൾ അത് മറച്ചു. അവൻ ആരും അറിഞ്ഞില്ല എന്ന് ചിന്തിച്ചു. എന്നാൽ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുക്കിലേക്ക് അടുത്ത് വന്ന് അവനോട് പറഞ്ഞു, രാജാവേ, ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. അവനും അവന്റെ പാപത്തെ മറയ്ക്കുവാൻ സാധിച്ചില്ല. പക്ഷേ ദാവീദ് ഏറ്റു പറഞ്ഞു, ഉപേക്ഷിച്ചു. ദാവീദ് ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീർന്നു. കാരണം അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനമൊക്കെ ആ നിലവിളിയോടുകൂടെ എഴുതിയത്. ആ നിലവിളിയോടുകൂടെ അത് എഴുതി, കർത്താവേ
നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന ആ സങ്കീർത്തനമൊക്കെ നമ്മൾ വായിച്ചു പ്രാർത്ഥിക്കുന്നതാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, ആഖാനെ കുറിച്ച് യോശുവയുടെ പുസ്തകം 7:20 ആഖാനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വലിയ ഒരു പട്ടണം അവർ പിടിച്ചെടുക്കുകയായിരുന്നു. അവർ പിടിച്ചെടുത്തപ്പോൾ അവരെ എരീഹോ പട്ടണമെല്ലാം അവർ വളരെ അത്ഭുതകരമായി പിടിച്ചെടുത്തു. അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നത്, ഒന്നും തുടരുത് എന്ന് പറഞ്ഞതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ ചെറിയൊരു ഹായി പട്ടണം പിടിക്കുവാനായിട്ട് കടന്നു പോയപ്പോൾ തോറ്റ് പിന്മാറി ഓടേണ്ടത് വന്നത് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവൻ ഒളിച്ചു വെച്ചു. അവൻ ഒളിച്ചു വെച്ചതിന് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. പ്രിയ ദൈവമക്കളെ, എന്താണ് സംഭവിച്ചത്? അവനെ അവർ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. കുടുംബമായി പ്രിയ ദൈവമക്കളെ, ആ കുടുംബം നശിച്ചുപോയി. ഒളിച്ചു വെക്കുന്നതിന്റെ പരിഹാരം ഇതാണ് സംഭവിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ മറ്റൊരു വ്യക്തി ഒളിച്ചു വെച്ചു, ഇല്ലേ? അനന്യാസിനെയും സഫീറയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരും ഒളിച്ചു വെച്ചു. എന്നാൽ അവരുടെ ജീവിതത്തില് വലിയ ഒരു പ്രതിസന്ധിയാണ് കടന്നു വന്നത്. ഈ ലോകത്ത് നിന്ന് അവർ നിമിഷ നേരം കൊണ്ട് മാറ്റപ്പെടുവാനായിട്ടിടയായി. അനേക സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനും പഠിക്കുവാനുമായിട്ട് സാധ്യമാകുന്നുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, ഇതിനെ ഒളിച്ചു വെക്കുന്നവനെ അല്ല, മറിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിന്റെ 45-46 വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പറയുകയാണ്, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ഇതാരെ കുറിച്ചാണെന്നറിയാമോ? ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ച് വേർതിരിച്ച അനേകരുണ്ട്. നമ്മെയും അതിനു വേണ്ടി കർത്താവ് വിളിച്ച് വേർതിരിക്കുക. ഈ ദൈവത്തിന്റെ വചനം, ഈ ഭക്ഷണം എന്ന് പറയുന്നത് ജീവന്റെ അപ്പം, അത് ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ വിളമ്പിക്കൊടുക്കുവാൻ ഏർപ്പാടാക്കിയവർ അങ്ങനെ ചെയ്ത് ആ യജമാനൻ കാണുമ്പോൾ അവനെ ഭാഗ്യവാൻ എന്ന് കാണും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. യിരെമ്യാവ് 17:17 പറയുകയാണ്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൽ, കർത്താവിൽ ആശ്രയിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും ഒരു ക്ലോസ് ചേർക്കുകയാണ്. അവൻ യഹോവയെ തന്നെ ആശ്രയമാക്കുകയും. നമ്മളൊന്ന് ചിന്തിച്ചു കൊള്ളണം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ എന്ന് പറഞ്ഞാൽ അതിനോട് കൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് വേറെ ആരുമില്ല കേട്ടോ. ആരാ ഭാഗ്യവാന്മാർ? യഹോവയിൽ ആശ്രയിക്കുകയും ആ ദൈവം മാത്രം യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. യിരെമ്യാവ് 17:7 നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അനേകരെ കുറിച്ച് നമുക്ക് ഇപ്രകാരം കാണുന്നുണ്ട്. സങ്കീർത്തനം 128:1 മുതൽ വായിക്കുമ്പോൾ പറയുകയാണ്, അത് കുടുംബ പശ്ചാത്തലത്തിൽ, മറ്റേതൊക്കെ വ്യക്തിപരമാണെങ്കിൽ ഭാഗ്യകരമായ ഒരു കുടുംബത്തെയാണ് ഈ വിവാഹ സമയങ്ങളിലെല്ലാം ആ സങ്കീർത്തനം നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. 128 സങ്കീർത്തനത്തിന്റെ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അതിനുശേഷം അവന്റെ ഭാര്യയെക്കുറിച്ചും അവന്റെ മക്കളെ കുറിച്ചും, ഭാര്യ മുന്തിരിവള്ളി എന്നും മക്കള് ഒലിവ് തൈകളാണെന്നൊക്കെ അവിടെ ചിത്രീകരിക്കുന്നതെല്ലാം നമുക്ക് ആ സങ്കീർത്തനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കും. ഭാഗ്യാവസ്ഥയുള്ള ഒരു കുടുംബം, അത് ആരാണ്? ദൈവത്തെ ഭയപ്പെട്ട് അവനിൽ ആശ്രയിച്ച് അവനിൽ ജീവിക്കുന്ന ഒരു കുടുംബം, അത് ഭാഗ്യകരമായ കുടുംബമാണ്. നമ്മുടെ കുടുംബം ഭാഗ്യ കുടുംബത്തിലാവണം. നമ്മള് ഭാഗ്യരഹിതരായി ഒരിക്കലും തീരരുത്. പ്രിയ ദൈവമക്കളെ, അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ഞാൻ പറയട്ടെ, ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് താല്പര്യപ്പെടുക. വെളിപ്പാട് പുസ്തകം 14 അധ്യായം അതിന്റെ 3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്,
ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. വെളിപ്പാട് 14:13. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. സ്തോത്രം. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ശവസംസ്കാര ശുശ്രൂഷകളിലും പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജനിക്കണം. കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവിൽ ജീവിക്കണം. കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിക്കുന്ന ഒരുവന് മാത്രമേ കർത്താവിൽ മരിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ ആ കർത്താവിൽ നിലനിന്ന് അവന്റെ പൈതലായി അവനിൽ മരിക്കുന്ന അവസ്ഥ, അതാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. അത് എപ്പോഴും സംഭവിക്കട്ടെ, ഏത് സമയത്തും സംഭവിച്ചോട്ടെ. പക്ഷെ ഭാഗ്യ അവസ്ഥ വരണമെങ്കിൽ നാം മരിക്കേണ്ടത് കർത്താവിനാണ്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു പോകുവാനായിട്ട് വലിയവനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ, നമ്മെ സഹായിക്കട്ടെ. അവസാനം മരണത്തിന്റെ ഭാഗ്യം മാത്രമല്ല കേട്ടോ, അതിനപ്പുറമായ ഒരു ഭാഗ്യാവസ്ഥയാണ് നിത്യഭാഗ്യവാന്മാർ. സ്തോത്രം. നിത്യഭാഗ്യവാന്മാർ. അവരെ കുറിച്ച് പറയുന്നത്, നിത്യകാലം അവർ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരാ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം അവസാന അധ്യായം നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ 2 കൂട്ടരുടെ പുനരുദ്ധാനത്തെ കുറിച്ച് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, അവർ നിത്യജീവനായി ഉയർക്കുന്നവരെ കുറിച്ചും, രണ്ടാമത്തെ കൂട്ടർ നിത്യലജ്ജയ്ക്കായി ഉയർക്കുന്നവരെ കുറിച്ചും. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ കടന്നു വന്നിരിക്കുന്നത്. നാം നിത്യതയ്ക്ക് വേണ്ടി ഉയർക്കുന്ന ആ ദൈവമക്കൾ, അവിടെയാണ് നിത്യഭാഗ്യത്തിന്റെ അവസ്ഥ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയാകുന്നത്. കാരണം ആ നിത്യഭാഗ്യം നമുക്ക് നൽകി തരുന്നത് നമ്മുടെ കർത്താവിന്റെ വരവടുത്തു. വെളിപ്പാട് 1:3 പറയുകയാണ്, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടെ പറയുക 1:3, സമയം അടുത്തിരിക്കുന്നു, ഇനി അല്പകാലമേ ഉള്ളൂ. ഇന്ന് യുദ്ധങ്ങളൊക്കെ കാണുമ്പോൾ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് പലരും ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ കാന്തൻ വരുവാൻ സമയമെടുത്തു. നമ്മുടെ കാന്തൻ വരുവാൻ കാലമെടുത്തു. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇന്ന് കടന്നു വരുമ്പോൾ, ഇന്ന് ലോകത്തിലെമ്പാടും ഈ സുവിശേഷം വിവിധ തരങ്ങളിലൂടെ ഘോഷിച്ചുകൊണ്ടിരിക്കുക. മീഡിയ വഴിയായിട്ടും മറ്റു പല തലങ്ങളിലൂടെ പല സ്ഥലങ്ങളിലും ഇതിന് ബന്ധനങ്ങൾ വരുമ്പോൾ അനേക സ്ഥലങ്ങൾ ഇതിനു വേണ്ടി ദൈവം തുറന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ മധ്യത്തിലൂടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് വരുവാൻ കാലമെടുത്തു. അതുകൊണ്ട് അവന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആ ഒരു ഭാഗ്യാവസ്ഥയിലൂടെ കടന്നു വരുവാൻ ഈ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുവാനായിട്ട് ഇടയായല്ലോ ഈ ഒരു വലിയ ഭാഗ്യാവസ്ഥ. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, പ്രിയ ദൈവമക്കളെ, വെളിപ്പാട് 22:7 നമ്മൾ വായിച്ചു, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. വെളിപ്പാട് 22:7 അതിനെക്കുറിച്ചാണ് പറയുന്നത്. 7-ാം വാക്യം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെയാ പറയുന്നത്, അവസാന അധ്യായത്തിൽ, ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. 14 വീണ്ടും നമ്മൾ ആദ്യം വായിച്ച വാക്യം, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ
ഭാഗ്യവാന്മാർ. എന്നാൽ ആ നഗരത്തിലേക്ക് കടക്കാൻ സാധിക്കാതെ തള്ളപ്പെടുന്നവരുടെ, പുറത്ത് കിടക്കുന്നവരുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരാതെ, പിശാചിനും അവന്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് കടന്നു പോകാതെ, ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ മക്കളായി, അവന്റെ അവകാശികളായി, അവനോടൊപ്പം നിത്യകാലം വാഴുവാനായിട്ട് ആ ഒരു വലിയ ഭാഗ്യാവസ്ഥ നഷ്ടപ്പെട്ടു പോകാതെ, കർത്താവേ നീ ഓരോ ദിവസവും കഴുകി ശുദ്ധീകരിച്ച് ആ നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥന വേണം. ആ ഒരു ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ നന്ദി പറയുന്നു ദൈവത്തിന്. ആ ഉറപ്പ് പ്രാപിച്ചുകൊണ്ടോ മുന്നോട്ട് പോകുവാൻ ഭാഗ്യവാന്റെ അവസ്ഥ. ഈ ലോകത്തിൽ ലോട്ടറി അടിക്കുന്നവരൊന്നും അല്ല ഭാഗ്യവാന്മാർ. ലോട്ടറി അടിക്കുന്നവർ വരെ നിർഭാഗ്യവാന്മാരായി പോയ ചരിത്രങ്ങൾ എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്, പ്രിയ ദൈവമക്കളെ. എന്നാൽ ഈ ലോകത്തിൽ ചില അത്ഭുതങ്ങളോ, ഈ ലോകത്തിലെ ലോട്ടറിയോ, ഈ ലോകത്തിലെ വമ്പിച്ച കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. അതൊക്കെ ലോകത്തിൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെയൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, ദൈവ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്താം. പക്ഷേ ഏറ്റവും വലുത് നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവ് നിത്യകാലത്തോളം അവൻ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്ത് അവനോടൊപ്പം വാഴുന്നതും ജീവിക്കുന്നതുമാണ് ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. ആ ഭാഗ്യത്തിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകട്ടെ. ആ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് നമ്മെ നടത്തട്ടെ. അതോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമ്മളൊരു പാട്ട് പാടാറുണ്ടോ? ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ക്രിയ നടന്നു. അത് നമ്മെ കർത്താവ് വീണ്ടെടുത്തതാണ്. അതിലൂടെ നമ്മുടെ പാപത്തെ മോചിച്ച് നമ്മെ വീണ്ടെടുത്ത് ആ ഒരു ഭാഗ്യനാൾ ഈ നാളിൽ കർത്താവ് നൽകി തന്നു. അതാണ് പുതുജനനം പ്രാപിച്ച നാൾ എന്നുള്ളത്. അതാണ് നാം വീണ്ടെടുപ്പ് പ്രാപിച്ച നാള്. അതാണ് നാം രക്ഷിക്കപ്പെട്ട നാൾ എന്നുള്ളത്. ഈ ലോകത്തിലെ നമ്മുടെ ബർത്ത്ഡേ അല്ല, മറിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ നാളാണ് ഏറ്റവും വലിയ നാൾ. ആ നാളാണ് നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ച നാളാണ് ആ വലിയ നാൾ. ആ നാളാണ് ഏറ്റവും വലിയ ഭാഗ്യം നിറഞ്ഞത്. എൻ്റെ അപ്പനെ കണ്ടെത്തുവാൻ, എൻ്റെ കർത്താവിനെ കണ്ടെത്തുവാൻ എനിക്ക് ലഭിച്ച നാൾ. അത് ഓർത്ത് കർത്താവിന് നന്ദി പറയാം. സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം. ഞങ്ങളെ തിരുക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ആ വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവ നാമം മഹത്വപ്പെടട്ടെ. ആരാണ് ഭാഗ്യവാൻ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ച് അതിന് ഉത്തരങ്ങൾ കണ്ടെത്തുകയായിരുന്നു റവറൻഡ് ഷിബു മാത്യു. വളരെ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും വളരെ ആഴമായ വാക്യങ്ങൾ ധ്യാനിച്ച് അതിനുള്ള മറുപടിയും അത് നമ്മുടെ ജീവിതവുമായിട്ട്, നിത്യ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് ഇരിക്കുന്നു, ഒരുപക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോക്കും അത് കഴിഞ്ഞുള്ള കാലഘട്ടങ്ങളും നിശ്ചയിക്കുന്ന ഒരു പക്ഷേ ഈ ഭാഗ്യാവസ്ഥയാവണം. മനോഹരമായ, വളരെ ദൈവാത്മാവിൽ നിറഞ്ഞ ഈ സന്ദേശത്തിനായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയുന്നതുപോലെ റവറൻഡ് ഷിബു മാത്യുവിന് നന്ദി പറയുന്നു. സഭാവന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ ഷാജു വി പോളിനെ ക്ഷണിക്കുന്നു. ക്രിയേക ദൈവത്തിന് സ്തുതി. വീണ്ടും ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമുക്ക് ലഭിച്ചതിനായിട്ട് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ശങ്ങല പോലെ ഇന്ന് ശുശ്രൂഷ പോവുകയായിരുന്നു. ആമുഖത്തിൽ പ്രിയപ്പെട്ട രുചിയിൽ കൂടി അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ കുറിച്ച് നമുക്ക് കേൾപ്പാനായിട്ട് കഴിഞ്ഞു. ഭാരം എന്ന് പറയുന്ന പാപത്തെ ആണ്. വീണ്ടും ആ സങ്കീർത്തനത്തിൽ കഷ്ടകാലത്ത് ഉത്തരമരുളുന്ന ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. വീണ്ടും ആത്മീയ ഗീതത്തില് കർത്താവ് വരാറായി ദീപം തെളിയിക്കുക. ഇന്ന് റവറൻഡ് ഷിബുവിന്റെ ആ ശുശ്രൂഷയും ആ കർത്താവ് വരാറായി. ഇന്ന് വായിച്ച വചനഭാഗത്തിന്റെ പ്രീ കോണ്ടസ്റ്റ്, അതിന്റെ 12-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 22:12, ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് വേഗം വരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആ 14-15 വാക്യങ്ങള്
റവറൻ ഷിബുവിൽ കൂടി നമുക്ക് പങ്കുവെക്കാനായിട്ട് കഴിഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. ആ ഹെലികോപ്റ്റർ ഇതിൽ തകർന്ന മക്കളെ കുറിച്ചും അവര് ആ ഫ്യൂണറലിൽ നടത്തിയ മെസ്സേജ്, ആ വാക്കുകൾ, അതൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട, എനിക്കും അത് കേൾപ്പാനായിട്ട് കഴിഞ്ഞു. വീണ്ടും റവറൻ ഷിബുവിൽ കൂടി കേട്ട ആ ഉത്തർപ്രദേശിലെ ആ കാര്യങ്ങള്. ഞാൻ പഠിച്ച കോളേജ് അലഹാബാദ് ഷുവാറ്റ്സ് എന്ന് പറയും, പ്രയാഗ്രാജ് ഷുവാറ്റ്സ് എന്ന് പറഞ്ഞ ആ കോളേജില്, അവിടെ അവരനുഭവിക്കുന്ന, അവിടെ ആ കോളേജില് ഇതുവരെയും നടന്നുകൊണ്ടിരുന്നത് ഓരോ ദിവസത്തെയും പ്രവൃത്തി, ആ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അധ്യാപകരിൽ ആരെങ്കിലും വചനത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് ധ്യാനിച്ച് ആണ് അവിടെ കോളേജിൽ ഏതാണ്ട് 4000-ഓളം സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ BJP-ക്കാർ അത് ഇടപെട്ടിട്ട് വന്ദേമാതരം മാത്രം പാടി മാത്രമേ ക്ലാസ് തുടങ്ങാവുള്ളൂ എന്ന് പറഞ്ഞ് അതിനെതിരായിട്ട് പ്രവർത്തിച്ച ടീച്ചേഴ്സിനെ ഒക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അതിൽ ഭയപ്പെട്ട് ദുബായിലും ഒക്കെ നടക്കുന്നു. ഇവിടെ നമുക്ക് ആദ്യകാലത്ത് നമുക്ക് 11 ഡോക്ടർ ജോർജ് PJ അവിടെ ചാപ്ലിനായിട്ടിരുന്ന ആളാണ്, എൻ്റെ പെങ്ങളുടെ മകനാണ്. ഞാൻ പറഞ്ഞ ആ പ്രയാഗ്രാജിൽ UP-യിൽ ഇപ്പോ നടക്കുന്ന കർത്താവിന്റെ വേലയിലായിരിക്കുന്നവർ അനുഭവിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഷിബു പ്രാർത്ഥന ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആ കാര്യമായിരുന്നു ഓർത്തത്. ഞാൻ 8 വർഷം പഠിച്ച കോളേജാണ് ഷുവാറ്റ്സ് എന്ന് പറയുന്നത്. വളരെ ആത്മീയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ കോളേജ് അതിനെതിരായിട്ട് പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞൊന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നമുക്ക് കേൾപ്പാനായിട്ട് കഴിയും. ആദ്യം മുതൽ ആത്മീയ ഗീതത്തിലെല്ലാം അതങ്ങനെ ഒരു ശങ്ങല പോലെയായിരുന്നു. ഇന്ന് ആ ആത്മീയ ഗീതത്തില് ആ കർത്താവ് വരാറായി എന്ന് മാത്രമല്ല, ചില രഥത്തിലും കുതിരയിലും ആശ്രയിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഷിബു അത് യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു ശങ്ങല പോലെ ഇന്നത്തെ ശുശ്രൂഷ പോവുകയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇന്നത്തെ ആ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷ നമുക്ക് ലഭിച്ചതിനായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് വചനം പങ്കുവെച്ച മകനെ ഓർത്ത്, ആ മകന്റെ വേല ഓർത്ത് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ നന്ദി, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയപിതാവാം ദൈവമേ, വാഴ്ത്തപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. ഒരു വെള്ളിയാഴ്ച ദിവസം കൂടി കർത്താവ് ഞങ്ങൾക്ക് തന്നെ കൂടി വരും കർത്താവ് അനുവദിച്ചല്ലോ. ഇന്ന് കർത്താവ് തന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം, തന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ പങ്കുവെച്ച് മകന് പ്രത്യേകോർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഗീതം പാടിയ മകളെ ഓർക്കുന്നു. ഇന്ന് ഞാൻ വേദഭാവം വായിച്ചും അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരും കുടുംബമായി അനുഗ്രഹിക്കണം. അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കുക സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. വഴി നടത്തുന്ന സ്തോത്രം. സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സുവാസവും ദൈവം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളോട്, ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തോട്, ദൈവമേ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ മക്കളോടും കർത്താവേ ഇപ്പോഴും എപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ നാമം മഹത്വപ്പെടട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും കൂടി വരുന്നവരെയും ദൈവമായ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിച്ച് നിർത്തുമാറാകട്ടെ. ശുഭരാത്രി.